ഒന്നുകൂടെ ഒന്ന് നോക്കാം. അപ്പൊ അർജുനൻ ആദ്യം ഭഗവാന്റെ വിഷ്ണു രൂപമാണ് കണ്ടത്, അല്ലെ? ചതുർഭുജനായ വിഷ്ണുവിന്റെ രൂപമാണ് കണ്ടത്. പിന്നീട് കാലസ്വരൂപനായിട്ട് മാറി എന്നാണ് പറഞ്ഞത്. കാലസ്വരൂപനായിട്ട് മാറി. ആ രൂപം ഭയങ്കര ഭീതിപ്പെടുത്തുന്നതായിരുന്നു, പേടിപ്പെടുത്തുന്നതായിരുന്നു. അർജുനന് ഭയം തോന്നി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭഗവാൻ പറയുകയും ചെയ്തു, അല്ലെ, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ മറുപടി പറഞ്ഞു, ഞാൻ കാലോസ്മി എന്ന് പറഞ്ഞു, അല്ലെ, എല്ലാം സംഹരിക്കാൻ, ഇതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന കാലമാണ് ഞാൻ എന്ന് ഭഗവാൻ പറയുകയും ചെയ്തു. അപ്പോ അവസാനം കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ഈ രൂപമല്ല, ഈ രൂപം കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് പഴയ ആ രൂപം തന്നെയാണ് കാണേണ്ടത്. ചതുർഭുജനായ വിഷ്ണുവിന്റെ രൂപം കാണണം എന്നാണ് അർജുനൻ പറഞ്ഞത്. അപ്പൊ അതിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞു, വിശ്വരൂപനായ എന്റെ ഈ ഒരു ഭയം ജനിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന ഈ രൂപം കണ്ടിട്ട് നിനക്ക് വിഷമം തോന്നണ്ട, നീ ദുഃഖമൊന്നും തോന്നണ്ട. എന്ന് മാത്രമല്ല, നീ കർത്തവ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കരുത് എന്നും പറഞ്ഞു. അപ്പൊ നിന്റെ ഉള്ളിലുള്ള ഭയമെല്ലാം നീക്കിക്കളയൂ, എന്നിട്ട് മനസ്സൊക്കെ തെളിഞ്ഞ് എന്റെ മുമ്പ് കണ്ടിരുന്ന അതേ കൃഷ്ണരൂപം നീ കാണൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ അർജുനൻ ചോദിച്ചത് വിഷ്ണുവിന്റെ രൂപമാണ് ചോദിച്ചത്. പക്ഷെ ഭഗവാൻ വീണ്ടും തിരിച്ച് പഴയ രൂപത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഭഗവാൻ എന്തുകൊണ്ടാണ് അർജുനന് ഈ വിശ്വരൂപം പ്രദർശിപ്പിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, ദുഃഖമുണ്ടാക്കാനല്ല, എന്ന് മാത്രമല്ല അർജുനന് ചെയ്യേണ്ട കർമ്മങ്ങൾ അർജുനെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാനും അല്ല, അല്ലെ? പേടിച്ചിട്ട് ഒരു ഭാഗത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല വിശ്വരൂപം കാണിച്ചത്. പിന്നെന്തിനാ? ആ സർവേശ്വരന്റെ ആ ഭാവം വ്യക്തമായി കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ഭയത്തിന്റെ ആവശ്യമില്ല, അല്ലെ? അപ്പൊ ഒരു ഭയവുമില്ലാതെ തനിക്ക് ചെയ്യാനുള്ള കർത്തവ്യം ചെയ്യാനായിട്ട് സാധിക്കും അർജുനന്. കാരണം ഇപ്പൊ അർജുനന് ഉള്ളിൽ വിഷമുണ്ട്, ഭയമുണ്ട്. കാരണം തന്റെ ബന്ധുക്കളെ, വേണ്ടപ്പെട്ടവരൊക്കെ വധിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഭയം. അപ്പൊ ഭഗവാൻ ആൾറെഡി കാണിച്ചു കൊടുത്തു, ഈ അല്ല അവരെ കൊല്ലുന്നു, ഓൾറെഡി ഞാൻ അവരെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ ഒരു എന്റെ ഉപകരണം മാത്രമായിട്ട് നിന്നാ മതി, ഒരു നിമിത്തമായിട്ട് മാത്രം നിന്നാ മതി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ആ സർവേശ്വര ഭാവം കാണിച്ച് ഭഗവാന്റെ ആ ഒരു മഹാത്മ്യം കാണുമ്പോഴേ ആ ഒരു വിശ്വാസം വരുള്ളൂ, ഉറപ്പ് വരുള്ളൂ അർജുൻ. അതിനു വേണ്ടിയിട്ടാണ് അത് കാണിച്ചത്. അപ്പൊ ഒട്ടും ഭയമില്ലാതെ, മടിയില്ലാതെ, സംശയമില്ലാതെ, ഒരു കുറ്റബോധവും തോന്നാതെ അർജുനന്റെ സ്വധർമ്മം ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ വിശ്വരൂപ ദർശനം, അതിനുള്ള ഭാഗ്യം കൊടുത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോ ഈശ്വരനെ ഒരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വരൻ ഇന്നതാണ്, എന്താണ് ഈശ്വരൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ആ അറിവ് നേടിയ വ്യക്തിക്ക് താൻ എവിടെയാണോ, ഏത് സ്റ്റേജിലാണോ താൻ നിൽക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് തന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാം. തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതും ഈശ്വരന് അർപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈശ്വര ആരാധനയായിട്ട് തന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഭഗവാനെ അറിയുന്ന ആൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. തന്റെ കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരാരാധനയാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അത് അറിയുന്ന ആൾക്ക് പിന്നെ അത് തിരിച്ചറിവുണ്ടാവും. കാരണം അതല്ലാണ്ട് വേറെ മാർഗമില്ല എന്ന് അത് ആ ജ്ഞാനിക്ക് അറിയാനായിട്ട്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ തന്റെ ആ കൃഷ്ണന്റെ രൂപം ധരിച്ച് തന്നെ നിലകൊണ്ടുവന്ന് സഞ്ജയനാണ് പിന്നീട് പറയുന്നത്, അല്ലെ? സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അർജുനനോട് പറഞ്ഞ് മുമ്പുണ്ടായിരുന്നത് പോലെ തന്റെ സ്വന്തം കൃഷ്ണന്റെ രൂപം തന്നെ കാണിച്ചു കൊടുത്തു എന്ന് പറയാം. അപ്പൊ അതുവരെ വിശ്വരൂപനായിട്ടാണ് ഭഗവാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇത്രയും പറഞ്ഞ് അർജുനന് തന്റെ പഴയ കൃഷ്ണരൂപം പാർത്ഥസാരഥിയായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുക, തന്റെ രൂപം കാണിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ വന്ന ശേഷം അർജുനനെ ഭഗവാൻ ആശ്വസിപ്പിച്ചു എന്ന് പറയാം. അപ്പൊ അർജുനൻ ആവശ്യപ്പെട്ടത് വിഷ്ണുവിന്റെ രൂപമാണ്. പക്ഷെ ഭഗവാൻ വീണ്ടും കാണിച്ചു കൊടുത്തത് അർജുനന്റെ തേരാളിയായിട്ട് നിൽക്കുന്ന കൃഷ്ണനെയാണ്, പാർത്ഥസാരഥിയുടെ രൂപമാണ്. കാരണം ആ ദിവ്യരൂപത്തിന്റെ ആ ദിവ്യരൂപം പ്രദർശിപ്പിച്ചതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു നേരത്തെ കണ്ട വിഷ്ണുവിന്റെ രൂപം എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഭഗവാന്റെ കൃഷ്ണന്റെ ആ മാഹാത്മ്യം അർജുനന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അർജുനൻ ഭഗവാനെ വീണ്ടും തന്റെ ഡ്രൈവറാക്കാൻ ആഗ്രഹിച്ചില്ല, അല്ലെ, തന്റെ തേരാളിയാക്കാൻ ആഗ്രഹിച്ചില്ല. കാരണം ഭഗവാനാണ് നിൽക്കുന്നത്. അവന് പഴയ പോലെ എന്റെ തേരോട്ടി നിൽക്കുന്ന ആളല്ല ഭഗവാൻ കൃഷ്ണൻ എന്ന് അർജുനന് ബോധ്യായി. അതുകൊണ്ട് ഇനി വീണ്ടും ആ രൂപത്തിൽ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് വൈഷ്ണവ രൂപം തന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പോ ഇത് നേരത്തെ സൂചിപ്പിച്ച ഒരു സത്യാന്വേഷണ മാർഗത്തിലുള്ള ഒരാൾക്ക് ഇടയ്ക്ക് ഓരോ ഘട്ടത്തില് പല ദർശനങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ ആ ദർശനങ്ങളൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ,
തന്റെ ആ ഇപ്പോ ഈ ശരീരം എന്ത് പ്രാരബ്ധ കർമ്മം അനുഷ്ഠിക്കാനോ വന്നിരിക്കുന്നത്, അത് അവസാനിക്കുന്നത് വരെ ഒരു ദർശനവും സ്ഥിരമായിട്ടുണ്ടാവില്ല എന്നാണ്. ഇവർക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുക. ഓരോ ദർശനങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ ഈ ശരീരം ഉണ്ടായിരിക്കുന്നത് ചില പ്രാരബ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് തീരുന്നത് വരെ ദർശനങ്ങളൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല. കാരണം പ്രാരബ്ധകർമ്മം ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട് ഈ ശരീരം കൊണ്ട്. അപ്പോ മായ ആ പ്രാരബ്ധ കർമ്മം ചെയ്തു തീർക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ അതറിയാം. ഭഗവാൻ അത് അറിഞ്ഞുകൊണ്ടാണ് തന്റെ പ്രാരബ്ധ കർമ്മം നിർവഹിക്കുന്നത്. പക്ഷെ അർജുനൻ അറിയാതെ അത് നിർവഹിക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോഴേക്ക് അർജുനന്റെ മനസ്സ് ശാന്തമായി. അല്ലെ, എന്റെ പഴയ കൃഷ്ണരൂപം തന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞ് അർജുനനെ സമാധാനിപ്പിച്ചപ്പോൾ അർജുനന്റെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായി. പിന്നീട് അർജുനൻ തിരിച്ച് ഭഗവാനോട് പറഞ്ഞു, ഈ മനുഷ്യരൂപം അങ്ങയുടെ ഈ പഴയ രൂപം കണ്ടിട്ട് എന്റെ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്നു. ഞാൻ എന്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. അതുവരെ അർജുനൻ ആകെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. അത് തന്റെ യഥാർത്ഥ സ്വഭാവമല്ല, അല്ലെ. അപ്പൊ തിരിച്ചിപ്പോ അങ്ങയുടെ ആ പഴയ രൂപം കണ്ടതോടുകൂടി ഞാൻ എന്റെ സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇപ്പോ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? കർമ്മവാസനകൾ നിറഞ്ഞതാണ്, അല്ലെ. വാസനകളാണ് നമ്മളെ കൊണ്ട്, ഈ ജീവിതം തന്നെ വാസന. സത്യം എന്ന് പറയുന്നതോ, തത്വം അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നത് കർമ്മവാസന സ്വല്പം പോലും ഇല്ലാത്തതാണ് സത്യം. അതിനൊരു കർമ്മവാസനയില്ല. അപ്പോ സത്യം എന്ന് പറയുന്നത് വാസനകളെല്ലാം പൂർണ്ണമായും ഇല്ലാതാവുന്ന അല്ലെങ്കിൽ അവസാനിക്കുന്ന ഒരു തലമാണ് സത്യം. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? വാസനകൾ പൂർണ്ണമായും ഇല്ലാതാവണം. അപ്പോ ആ സത്യത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് പല അനുഭവങ്ങളും ഉണ്ടാവാം. അപ്പൊ ആ അതാണ് ഈ ദർശനങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ അതൊക്കെ ആ സത്യത്തെ കാണണം, അല്ലെങ്കിൽ അതിലേക്ക് എത്തണം. അതിനുള്ള വാസന ഉണ്ടാക്കും. അതിനുള്ള വാസന ഉണ്ടാക്കാനുള്ള അനുഭവങ്ങളാണ് അത്തരം ദർശനങ്ങൾ. അപ്പൊ അത്തരം ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തോന്നും എനിക്ക് ഇനിയും അത് വേണം. അതിനോടുള്ള ഒരു വാസന വർദ്ധിക്കും. അതിനു വേണ്ടിയിട്ടാണ് സത്യാന്വേഷണ മാർഗത്തിൽ അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ആ അനുഭവങ്ങളെയും കടന്ന് ചെല്ലണം യഥാർത്ഥത്തിൽ. അതിലും കുടുങ്ങിപ്പോകരുത് എന്നാണ്. അപ്പൊ വിശ്വരൂപ ദർശനവും അത് തന്നെയാണ്. അപ്പൊ ആ വിശ്വരൂപ ദർശനം കിട്ടിയതോടുകൂടി ഇനി അതാണ് വേണ്ടത് എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് വരും. ആ വാസനയാണ് വളരുക. അപ്പോ മറ്റുള്ള കർമ്മവാസനകൾ കുറഞ്ഞു വരുംതോറും സത്യബോധം കൂടി വരും എന്നാണ് പറയുക. സത്യബോധം കൂടി വരും. അപ്പോ വാസനയുടെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് വാസന ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ചിലപ്പോ അതിനൊരു പാകത വരണം. ആ വാസനകളൊക്കെ ഒടുങ്ങിയിട്ട് വേണം ആ സത്യത്തിലേക്ക് എത്താനായിട്ട്. അല്ലാതെ ആ ഒരു പാകത വരുന്നതിന് മുമ്പ് ചില ദർശനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചിലരുടെ മനസ്സിന് പരിഭ്രാന്തി ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അർജുനന് അതാണ് സംഭവിച്ചത്. അർജുനൻ എത്തിയിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അർജുനന് ഈ ഒരു ദർശനം സാധിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ അർജുനന് ആ പാകത വന്നിട്ടില്ല. അപ്പോ ആ പാകത വരാത്തിടത്തോളം കാലം നമ്മൾ ഓരോരുത്തരും ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത്, ആ സ്റ്റേജില് ആ കർമ്മമണ്ഡലത്തിൽ മാത്രമാണ് ആ വ്യക്തിക്ക് ശാന്തി സുഖം കണ്ടെത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അർജുനന് ആ വിശ്വരൂപം ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ദർശന സമയത്ത് അർജുനന് പരിഭ്രാന്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി പാർത്ഥസാരഥിയുടെ രൂപത്തിൽ വന്നപ്പോ അർജുനന് വീണ്ടും ശാന്തി ഉണ്ടായി, അല്ലെ. മനസ്സ് തന്റെ സ്വപ്രകൃതിയിൽ വന്ന് ചേർന്ന പോലെ എന്നൊക്കെ അർജുനൻ പറയുകയും ചെയ്തു. അപ്പൊ ഇനി തിരിച്ച് ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തിൽ തന്നെ വന്നു. ഇനി അർജുനന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് നീ കണ്ട ഈ ഒരു വിശ്വരൂപം എന്ന് പറയുന്നത് കാണാൻ അങ്ങേറ്റം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് പറയാം. അല്ലെ, അത് എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ കിട്ടില്ല. അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇപ്പോ നമ്മൾ സുദർശനക്രിയയും സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെ. പക്ഷെ അത് എത്രത്തോളം അത് അനുഭവിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സത്യത്തിന്റെ ഒരു അനുഭവം നമ്മൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. സുദർശനക്രിയയിലൂടെ ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഗുരുജി അത് പലതവണ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും
അത് അനുഭവിക്കാൻ മാത്രം എത്രത്തോളം ഭാഗ്യമുള്ളവരാണ് നമ്മൾ എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ. മനസ്സിലായോ? എന്താ കാരണം ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് ഗുരുജി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. കാരണം നമ്മൾ എത്രത്തോളം ലക്കിയാണ്. അങ്ങനെ എവിടെയും തൊട്ടും തൊടാതെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾക്കത് പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടില്ല. അപ്പൊ ഇവിടെ അർജുനന് കൃഷ്ണൻ അത് പറഞ്ഞു കൊടുക്കണം. നീ പരമ ഭാഗ്യവാനായതുകൊണ്ടാണ് നിനക്ക് ഈ ദർശനം സാധിച്ചത് എന്ന് അർജുനനോട് നേരിട്ട് പറയണം. അപ്പൊ എന്റെ ഏത് രീതിയിലുള്ള ഒരു വിശ്വരൂപമാണോ നീ കണ്ടത്, ആ രൂപം കാണാൻ അങ്ങേയറ്റം പ്രയാസമുള്ളതാണ്. കാരണം ദേവന്മാര് പോലും ആ ദർശനത്തിന് കൊതിച്ചു കഴിയുന്നവരാണ് എന്ന് പറയാം. അപ്പോ എന്താണ് വാസനകളൊക്കെ അടങ്ങി ആർക്കാണ് ഇത് സാധിക്കുക ചോദിച്ചാൽ, ഈ വിശ്വരൂപ ദർശനം ആർക്കാ സാധിക്കുക ചോദിച്ചാൽ കർമ്മവാസനകളൊക്കെ ഏതാണ്ടൊക്കെ അടങ്ങി ശരീരത്തിൽ മുഴുവൻ ആ പ്രാണപ്രസരം അല്ലെ, അത് അനുഭവിച്ച് ആ ഒരു സമാധി, സവികൽപ്പ സമാധിയുടെ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരാൾക്കാണ് ഈ ദർശനം സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അർജുനൻ ആ ഒരു പാകത വന്നിട്ടില്ല. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അർജുനൻ അത് സാധിച്ചു. അപ്പൊ ഒരു ഗുരു പൂർണ്ണ സിദ്ധനാണെങ്കിൽ ആ ഗുരുവിന് ശിഷ്യന്റെ മനസ്സിന് പാകത വന്നിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം കുറച്ച് സമയത്തേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അല്ലെ, അത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതിനെ കുറിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസ സ്വാമി വിവേകാനന്ദൻ അനുഭവിച്ചു കൊടുത്തു. സാധിക്കും. അപ്പോ നേരെമറിച്ച് നീ ഗുരുവിന് അതിനുള്ള കഴിവുണ്ടെങ്കിലും ശിഷ്യന് ആ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ ശിഷ്യന് അത് അനുഭവിക്കാൻ പറ്റൂല. അപ്പൊ ശരിക്കും ഇത് നേടണമെങ്കിൽ എന്ത് വേണം? മനസ്സിൽ ആ വൈരാഗ്യം ഉണർന്നു വരണം, വൈരാഗ്യം വളർന്നിട്ടുണ്ടാവണം. ആ വിരക്തമായൊരു മനസ്സ് ഏകാഗ്രമാവും. അപ്പോഴാണ് ഇത് നേടാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെ, ആ ഒരു സത്യത്തില് ഫോക്കസ്ഡ് ആവും. അപ്പോഴേ ഈ ദർശനം നേടാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ദേവന്മാർക്ക് എന്തുകൊണ്ട് സാധിക്കില്ല ചോദിച്ചു കഴിഞ്ഞാൽ, അവര് സുഖം ആഗ്രഹിക്കുന്നവരാണ് ദേവന്മാർ. അവർക്ക് വിരക്തി വന്നിട്ടില്ല പൂർണ്ണമായിട്ട്, സുഖലോലുപരാണ്. അപ്പൊ വിശ്വരൂപം കാണുന്നവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് അപൂർവമായിട്ടാണ് അവസരം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ അർജുനൻ അങ്ങേയറ്റം ധന്യനാണ്. ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായി അർജുനൻ മനസ്സ് സത്യദർശനത്തിന് പാകപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് ഇത് തെളിയിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ദേവന്മാര് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഈ വിശ്വരൂപ ദർശനം അതങ്ങേറ്റം പ്രയാസമുള്ളതാണ് പറയാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു അല്ലെ. അതൊക്കെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. എന്താണ് ഭഗവാൻ പറഞ്ഞത്? നീ എങ്ങനെയാണോ വിശ്വരൂപനായ എന്നെ നീ കണ്ടത്, ഏത് രീതിയിലാണോ കണ്ടത്, ആ രീതിയിൽ കാണാൻ വേദങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, വേദങ്ങളെ ആശ്രയിച്ചിട്ട് കഴിയില്ല എന്ന് പറയും. പിന്നെ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സാധിക്കില്ല ഈ വിശ്വരൂപ ദർശനം. ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സാധിക്കില്ല, യാഗാദി കർമ്മങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? വേദം പഠിക്കുന്നത് കൊണ്ട് ഈ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുന്ന ആരും വ്യാമോഹിക്കണ്ടാവുന്നതാണ് പറയുന്നത്. ഗുരുജിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു ആശ്രമത്തില്, ഗുരുജി ഞങ്ങൾ ഈ സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എൻലൈറ്റൻമെന്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുജി പറഞ്ഞു ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് കിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാത്രം അത് കിട്ടില്ല എന്നാണ് പറയുന്നത്. സാധനാനുഷ്ഠാനങ്ങൾ എന്തിനാണോ ചെയ്യുന്നത് അത് സംഭവിക്കണം. അത് സംഭവിച്ചു കഴിഞ്ഞാല് ആ സത്യസാക്ഷാത്കാരം ഉണ്ടാവും. അപ്പൊ എന്തിനാണ് സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത്? അത് തുടർന്ന് പറയുന്നുണ്ട്. ഒരാള് വേദങ്ങള് എല്ലാ 4 വേദങ്ങളും ബൈഹാർട്ട് ചെയ്തു, കാണാതെ പഠിച്ചു എന്ന് വിചാരിക്കുക. വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? പലപ്പോഴും എന്താ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ, കർമ്മവാസനകൾ വളരും ചിലപ്പോ. കാരണം ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണെന്നുള്ള അഹങ്കാരം ഉണ്ടാവും അല്ലെ, മനസ്സ് സങ്കുച ബുദ്ധി ചുരുങ്ങും, ഇതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ്. അപ്പോ ശരിക്ക് ഈ സത്യം എപ്പോഴാണ് തെളിയുക, സത്യസാക്ഷാത്കാരം എപ്പോഴുണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ, കർമ്മവാസനകളൊക്കെ പോയി ഹൃദയം ശുദ്ധമാവണം, ഭേദചിന്ത ഇല്ലാണ്ടാവണം, എല്ലാറ്റിലും ഒന്നായിട്ട് കാണുന്ന ഒരു അവസ്ഥ വരണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സത്യം തെളിയുള്ളൂ. അപ്പൊ വേദങ്ങൾ പഠിച്ചുകൊണ്ട് അതെങ്ങനെ സാധിക്കുക എന്നാണ് ചോദിക്കുന്നത്. വേദങ്ങൾ പഠിച്ചുകൊണ്ട് അത് സംഭവിച്ചോളണമെന്നില്ല.
ഇനി നേരെ മറിച്ച് ഒരാള് വേദം ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക, സംസ്കൃതം ഒന്നും അറിയില്ല, വേദങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഉള്ള് വളരെ ശുദ്ധമാണെന്ന് വിചാരിക്കുക, ചിത്തം വളരെ ശുദ്ധമാണെങ്കിൽ അദ്ദേഹത്തിന് ഈ അനുഭവം ഉണ്ടാവുന്നതാണ്, ഒരു ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നതാണ്. മനസ്സിലായോ? കേട്ടോ? അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാ? ചിത്തം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിത്തം ശുദ്ധമാവുമ്പോൾ മാത്രമാണ് ഈ അനുഭവം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ സത്യം അനുഭവിച്ചറിയണമെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടാവണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന സാധനാനുഷ്ഠാനങ്ങള് ഏതിലേക്ക് വഴിവെക്കണം? മനസ്സ് ശുദ്ധമാവാൻ കാരണമാവണം. കേട്ടോ? അതിനു വേണ്ടിയ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും എന്താണ് അനുഭവം? ഇപ്പൊ നമ്മള് ഈ മാർഗത്തിൽ വന്നിട്ട് കുറെ വർഷങ്ങളായി എന്ന് വിചാരിക്കുക, അല്ലെ? ഒരു 10-15 വർഷമായി ഉണ്ടാവും ഈ എന്താണ് ഈ പാതയിലേക്ക് വന്നിട്ട് സ്ഥിരമായിട്ട് സാധന ചെയ്യുന്നു. രാവിലെ 5 മണിക്ക് എണീക്കുന്നു, സൃഷ്ടി യോഗ ക്ലാസ് ചെയ്യുന്നു, അതിനുശേഷം പത്മസാധന ചെയ്യുന്നു, അത് കഴിഞ്ഞ് സഹസമാധി ധ്യാനം ചെയ്യുന്നു. നമ്മളങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ അനന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ഈ കഴിഞ്ഞ ബാച്ചിൽ ചെയ്ത ഒരാള് വന്നിട്ട് ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയണം. അപ്പൊ നമ്മളുടെ ഉള്ളിൽ എന്താണ്ടവാ, കണ്ടില്ലേ, ഇന്നലെ വന്നിട്ട് ചെയ്തേ ഉള്ളൂ, ഞാൻ എത്ര കാലം മുമ്പ് ചെയ്യാൻ തുടങ്ങിയതായത്, ഈ ഒരു തോന്നൽ വരും. ഉണ്ടാവാറുണ്ടോ? ഈ ഒരു തോന്നൽ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത്രയും കാലം 10-15 വർഷം സാധന ചെയ്തിട്ടും നമ്മളുടെ ചിത്തം ശുദ്ധമായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത് ചെയ്യുന്തോറും നമ്മൾ അറിയാതെ നമ്മളുള്ള ഒരു അഹങ്കാരം വളരാനായിട്ട് തുടങ്ങും, ഈഗോ. അപ്പൊ ഇതിനൊരു തടസ്സാണ്. അപ്പൊ എന്ത് വേണം? ഇത് ചെയ്യുന്തോറും നമ്മളെ ഉള്ളു ശുദ്ധമായി മാറണം. അതാണ് ആവശ്യം. അപ്പൊ വ്രതാനുഷ്ഠാനങ്ങള്, ദാനം, യാഗം, ഇതൊക്കെ നമ്മളുടെ ഉള്ളില് ഭേദചിന്തകൾ നീക്കി ഇതെല്ലാം വേറെ വേറെയാണെന്നുള്ള തോന്നലിനെ മാറ്റി ചിത്തം ശുദ്ധീകരിക്കാൻ കാരണമായാൽ അപ്പോ സത്യദർശനം സാധിക്കും. അതല്ല, ഇത് ചെയ്യുന്തോറും ചിത്തശുദ്ധി വരുന്നില്ല, ഇതൊക്കെ പുറമേക്കുള്ള ഒരു കർമ്മം മാത്രമായി മാറുകയാണെങ്കിൽ ഒരിക്കലും സത്യം തെളിയില്ല എന്ന്. അപ്പൊ ഭഗവാൻ ഇത് ആവർത്തിച്ച് പ്രഖ്യാപിക്കണം. നേരത്തെയും പറഞ്ഞു, വീണ്ടും അത് പറയാണ്. അപ്പൊ വേദങ്ങളൊന്നും സത്യദർശനത്തെ നേരിട്ട് ഉപകരിക്കില്ല. പിന്നെ ഇനി സത്യം കാണാൻ എന്താണ് വേണ്ടത്? അതാണ് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്, അല്ലെ? ഭഗവാൻ എന്താണ് പറഞ്ഞ? അർജുനോട് പറയണ, പരന്തപനായ അർജുന, ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ അർജുന, നീ കണ്ടതുപോലുള്ള ആ വിശ്വരൂപനായിട്ടുള്ള എന്നെ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞു വേദം പഠിച്ചുകൊണ്ട് സാധിക്കില്ല പറഞ്ഞു, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെന്ത് വേണം? ഏകാന്ത ഭക്തി കൊണ്ടാണ് എന്നെ അറിയാനായിട്ട് പറ്റുക എന്നാണ്. എന്നാൽ ഏകാന്ത ഭക്തി കൊണ്ട് എന്റെ യഥാർത്ഥ രൂപം കാണാനും സാധിക്കും, എന്നിൽ ചേർന്ന് അതായി മാറാനും പറ്റും എന്നത്. അപ്പൊ സത്യസാക്ഷാത്കാരത്തിന്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടത് പ്രധാനമായിട്ടും ഭക്തിയാണോ? ഏകാന്ത ഭക്തി. എന്ത് ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ? ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് മാത്രം സ്നേഹം. അപ്പൊ നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് പലതിലായിട്ട് വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പലതിനോടും ഉണ്ട് നമ്മൾക്ക് സ്നേഹം. അങ്ങനെ പലതിനോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈശ്വരനോടുള്ള സ്നേഹം. അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവില്ല. അപ്പൊ എന്ത് വേണം? മറ്റുള്ളത് നൊക്കെ വിട്ട് ഈശ്വരനെ മാത്രം സ്നേഹം, ഈശ്വരനോട് മാത്രം. അതാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്നത്. അതാണ് അനന്യഭക്തി, ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ആ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് പലതായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സത്യബോധം ആദ്യം, മെനി ഗോഡ്സ് ഒന്നല്ല, ഈ സത്യബോധം ആദ്യം ഉള്ളിൽ ഉറപ്പിക്കണം. ഗോഡ് ഒന്ന് മാത്രമേ ഉള്ളൂ, ആ ഒന്നിന്റെ രൂപങ്ങളാ പലതും. അപ്പൊ ഇവിടെ ഉള്ള എന്തൊക്കെ രൂപങ്ങൾ വേറെയുണ്ട്, അത് ഈശ്വരനാവട്ടെ, ചൈത്താനാവട്ടെ, ഇനി മറ്റു രൂപങ്ങളാവട്ടെ, ഒക്കെ ഒന്ന് തന്നെയാണ് പലതായിട്ട് നിന്നോണ്ടിരിക്കുന്നത്. അത് ഉറക്കണം ഉള്ളില്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഉള്ളത് ഒരു വസ്തു മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഈശ്വരൻ, അത് മാത്രമേ ഉള്ളൂ. അത് ഉള്ളിൽ ഉറക്കുമ്പോഴാണ് അതിൽ ഫോക്കസ്ഡ് ആവുക മനസ്സ്. അതിൽ ഫോക്കസ്ഡ് ആവുള്ളൂ. അത് പേരൊക്കെ എന്ത് വേണം കിട്ടുള്ളൂ. ഉള്ളത് ഒരു വസ്തു, അല്ലേ? ആ സത്യം അതിലായിരിക്കണം നമ്മളുടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആ വസ്തു എന്ന് പറയുന്നത് സച്ചിദാനന്ദമാണ്, സച്ചിദാനന്ദ ഘനമാണ്. അങ്ങനെ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അതാണ് സത്യം കണ്ടെത്തിയവരൊക്കെ അതാണ് പറയണം. അപ്പൊ അത് മാത്രമേ ഉള്ളെങ്കിൽ ഈ ഞാനായിരിക്കുന്നതും എൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ അത് തന്നെയാണ്. ആ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ സ്നേഹിക്കുക, അതാണ് അനന്യഭക്തി എന്ന് പറയുന്നത്, അല്ലെ? ആ സമദർശനം, എല്ലാറ്റിനെയും ഒന്നായി കാണൽ തന്നെയാണ് അനന്യഭക്തി. അപ്പൊ എങ്ങനെയാണ് ഒരു സഗുണോപാസകൻ? സഗുണോപാസകൻ എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തെ ആരാധിക്കുന്ന ആള്. അവർക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധിക്കും. കാരണം നിഷ്കാമ ഭക്തനാണെങ്കിൽ തന്റെ ഇഷ്ടദേവനെ ആരാധിക്കുന്നതും ആ ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ടാണ്.
അപ്പോ ഞാനും ഈ ജഗത്ത് ഒക്കെ ആ പരമാത്മാവിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഇഷ്ടദേവന്റെ ലീലാവിലാസങ്ങളാണ്. ഇത് നിരന്തരമായിട്ട് ധ്യാനിച്ചുറപ്പിക്കണം എന്നാണ്. ഉള്ളതൊക്കെ ഭഗവാന്റെ ഒരു കളിയാണ്. അപ്പൊ നിരന്തരമായിട്ട് ധ്യാനം ചെയ്യുന്ന സമയത്ത് മനസ്സിന് ഏകാഗ്രത വരും. ഏകാഗ്രത വരുമ്പോഴാണ് ആ ഒരു വ്യവസായാത്മിക ബുദ്ധി സാധിക്കുക. എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, സത്യം അത് മാത്രമേ ഉള്ളൂ. അത് ബുദ്ധിയിൽ അങ്ങോട്ട് ഉറയ്ക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ആ ഏകാഗ്ര ബുദ്ധിയിൽ ആ വസ്തുബോധം തെളിയും. അതാണ് ജ്ഞാനം. പിന്നെ ആ ബോധ സവികൽപ ദശയില് വിശ്വരൂപ ദർശനത്തില് അല്ലെങ്കിൽ വിശ്വരൂപ ദർശനത്തില് വസ്തുവിനെ സത്യത്തിനെ മാറി എന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാണ്. അപ്പൊ എന്താ ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹംബോധം ഇല്ലാതെയാവും അതിലൂടെ. അഹംബോധം ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ നിർവികൽപ്പാവസ്ഥയിലേക്കാണ് പോവുക. അഹംബോധം ഞാൻ എന്ന ഭാവം ഇല്ല അവിടെ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ എന്താണോ യഥാർത്ഥത്തിലുള്ളത് ആ ഒരു അനുഭവത്തിൽ മാത്രം ഉള്ളത് മാത്രമായിരിക്കുന്ന ഒരവസ്ഥ. അതിനാണ് തത്വേന പ്രവേശം എന്ന് പറയുന്നത്. അപ്പോ ഏകാന്ത ഭക്തി വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഈ അനുഭവ സ്റ്റേജിലൂടെയൊക്കെ കടന്നു ചെന്ന് സത്യമായി തീരാനായിട്ട് സാധിക്കും. അതാണ് അവർ. പിന്നെ അവസാനമായിട്ട് ഭഗവാൻ പറഞ്ഞത് അനന്യഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് പറഞ്ഞിട്ടാണ് ഈ അധ്യായം, വിശ്വരൂപ ദർശന ഈ അധ്യായം അവസാനിക്കുന്നത്. എന്താണ് അനന്യഭക്തിയുടെ ലക്ഷണങ്ങൾ? എന്താണ്? അർജുനോട് പറയുകയാണ്, കർമ്മങ്ങളൊക്കെ എന്റെ അർച്ചനയായി അനുഷ്ഠിക്കുന്നവര്, പിന്നെയോ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ പ്രാപിക്കലാണ്, ആ ലക്ഷ്യം ഉറപ്പിക്കുന്നവര്, പിന്നെ എല്ലായിടത്തും എന്നെ തന്നെ കണ്ടു ഭജിക്കുന്നവര്, ഞാൻ എൻ്റെ എന്നുള്ള ഭാവമില്ലാത്തവര്, ഒരു ജീവിയിലും വൈരമില്ലാത്തവര്, ദ്വേഷമില്ലാത്തവരായിട്ട് ആരുണ്ടോ അവരറിഞ്ഞുകൊണ്ട് എന്നെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെ? അത് പറഞ്ഞിട്ടാണ് ഭഗവാൻ നിർത്തിയത്. അപ്പോ അനന്യഭക്തി കൊണ്ട് ഭഗവാന്റെ തത്വത്തെ അറിയാനും പറ്റും, അതിൽ ചേർന്ന് ലയിച്ചു ചേരാനും പറ്റും എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ? അപ്പൊ ഏതൊക്കെ മാനസിക ഭാവങ്ങളാണ് ഈ സത്യദർശനത്തിന് വഴിവെക്കുന്ന, അതിലേക്ക് നയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു, ആദ്യം ഗുരുവിൽ നിന്ന് സത്യം എന്താന്നുള്ളത് ഗ്രഹിക്കണം. എന്നിട്ട് പ്രപഞ്ചം മുഴുവൻ അതാണ് എന്ന് മനസ്സിലാക്കണം. ആ ഈശ്വരന്റെ രൂപമാണെന്ന് മനസ്സിലാക്കണം. പിന്നെന്ത് വേണം? ആ സത്യദർശനത്തിന് ആഗ്രഹിക്കുന്ന ഭക്തൻ തന്റെ ജീവിതത്തെ ബ്രഹ്മയജ്ഞമാക്കി മാറ്റും. എന്താണ് ബ്രഹ്മയജ്ഞം? ഇതെല്ലാം സർവം ബ്രഹ്മമയെന്നുള്ളിൽ ഉറപ്പിക്കലാണ്. എന്ത് ചെയ്യുന്നുണ്ടോ അതും ബ്രഹ്മം, അല്ലെ? എല്ലാം ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം പറഞ്ഞില്ലേ നേരത്തെ? അത് അനുഭവത്തിലേക്ക് വരണം, അത് യജ്ഞമാക്കി മാറ്റണം എന്നാണ്. ഇപ്പൊ താൻ ഉൾപ്പെടെ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരന്റെ സ്വരൂപമാണ്. അതാണ് ഗുരുവിന്റെ ഉപദേശം. അപ്പൊ അത് മനസ്സിലാക്കി എല്ലാ കർമ്മങ്ങളും ഈശ്വരാരാധനയാണ് എന്ന് ഭാവന ചെയ്യാൻ തുടങ്ങണോ എന്നുള്ളത്. അതാണ് മത് കർമ്മത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും എന്റെ ആരാധനയാക്കി മാറ്റണം എന്നാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്? ആ ബ്രഹ്മപ്രാപ്തിയാണ്, ബ്രഹ്മസാക്ഷാത്കാരമാണ്. അത് ഉള്ളിൽ ഉറപ്പിക്കണം. പരമമായ ലക്ഷ്യം അതാണ്. മത് പരമത്വം എന്ന് പറഞ്ഞാൽ അതാണ് പരമമായ ലക്ഷ്യം. അതാണ്. അപ്പൊ ഈ രണ്ട് രീതിയിൽ മുന്നേറുമ്പോ വിശ്വരൂപ ദർശനം സാധ്യമാവും. പിന്നെ ജീവിതത്തില് വ്യവഹാര ദശയില് എന്താണ്, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പരമാത്മാവിന്റെ സ്വരൂപമാണ് എന്ന അനുഭവത്തിലേക്ക് വരും എന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മദർശനം, മദ്ഭക്തത്വം. അപ്പൊ ഈ ലക്ഷ്യബോധം ഉറയ്ക്കുന്നതിന് പരോക്ഷമായ ജ്ഞാനം എന്നാണ് പറയുന്നത്. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിനോടുള്ള സംഘം വിടും. ഞാൻ എൻ്റെ എന്നുള്ള ഭാവം പിന്നെ ഉണ്ടാവില്ല എന്നുള്ളത്. അത് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞാൽ ആ അഹംബോധം പോവും. അതോടുകൂടി എന്താണ് വസ്തു എന്താണോ, സത്യം എന്താണോ അതായി മാറാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായി ലയിച്ചു ചേരാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോ അങ്ങനെ അതായി മാറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് പിന്നെ ഒന്നിനോടും ഒരു ജീവികളിലും വൈരം ഉണ്ടാവില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തിനെ ഉപദ്രവിക്കും എന്ന് തോന്നുന്ന ജീവികളിൽ പോലും ദ്വേഷമുണ്ടാവില്ല, ഭയമുണ്ടാവില്ല, ദേഷ്യമുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ ജീവൻ മുക്തന്മാരുടെ സാന്നിധ്യത്തില് വന്യമൃഗങ്ങൾ പോലും അവര് ശാന്തരായി മാറും എന്നാണ് പറയുന്നത്. അത് ഈ ബ്രഹ്മദർശനത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ, അത് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇവിടെ ഈ വിശ്വരൂപ ദർശന യോഗം
അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണ്? ഇപ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടോ, വേദങ്ങൾ പഠിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടോ ഇതൊന്നും നിർത്തണം എന്നല്ല അതിന്റെ അർത്ഥം. വേദം പഠിക്കണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ദാനം ചെയ്യരുത് എന്നല്ല അർത്ഥം. സേവ ചെയ്യരുത് എന്നല്ല അർത്ഥം. അതൊക്കെ വേണം. അതെല്ലാം ആവശ്യമാണ്. പക്ഷെ അതിന്റെ കൂടെ അത് യഥാർത്ഥത്തിൽ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നിഷ്കാമമായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ ഉള്ളില് അനന്യഭക്തി വളരാനായിട്ട് തുടങ്ങും. ചിത്തം ശുദ്ധീകരിക്കപ്പെടും. ചിത്തം ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് അനന്യഭക്തിയിലേക്ക് നയിക്കും. അതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക്. അപ്പൊ വിശ്വരൂപ ദർശനം കാണിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു അനന്യഭക്തി കൊണ്ടാണ് എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് ഭക്തിയോഗമാണ്. എന്താണ് ഈ അനന്യഭക്തി? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം. യെസ്, ഭക്തിയോഗം നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. റെഡിയല്ലേ? തയ്യാറായില്ല എല്ലാവരും? ഭക്തിയോഗം കേൾക്കാനായിട്ട് തയ്യാറായി എല്ലാവരും? ഓക്കെ. അപ്പൊ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഭക്തിയോഗമെങ്കിലും കേൾക്കട്ടെ. മറ്റുള്ളവർ ഇതുവരെ കേൾക്കാൻ സാധിക്കാത്തവരും ഭക്തിയോഗം മുതലെങ്കിലും കേൾക്കട്ടെ. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തിരിക്കണം. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്കിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തത, നിശ്ചലത, അതിൽ വിശ്രമിക്കൂ. ഓം സം സമിത്യുവസി വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസി സനോവശൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന ഊഹവിഷാ ജുഹോമി സമാനീവ ആഹൂതിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.